സമർപ്പിക്കുന്നു കർത്താവേ. ആമേ, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ മധ്യേ ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഇരുത്തുമാറാകണമേ. ദൂതന്മാരാൽ ഈ ആലയത്തെയും ഇതിന്റെ പരിസരത്തെയും സൂക്ഷിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി കാലം കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഇനി വഴിയാത്രയിലായിരിക്കുന്നവർക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവപ്രവൃത്തി എല്ലാവരുടെയും മധ്യ വെളിപ്പെടണം. ഇന്ന് രാത്രി അങ്ങ് പറഞ്ഞത് ആമേൻ സത്യമാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ആമേൻ, ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഞങ്ങൾ ഘോഷിക്കും കർത്താവേ, ഞങ്ങൾ സന്തോഷിക്കും. ആമേൻ, ഹല്ലേലൂയ. കാരണം യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി അഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം നിരാശ മാറുന്ന കർത്താവെ, നിരാശയെ മാറ്റുന്ന ആമേൻ, സങ്കടങ്ങളെ എടുത്തു മാറ്റുന്ന ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷേകം ആമേൻ ഇന്ന് രാത്രികാലം വൻ കാര്യങ്ങളെ ചെയ്തുവെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. ഓ രക്തം ചെയ്യാം ദൈവാത്മാവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. ആമേൻ, പാടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. തിരുമേശ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി എല്ലായിടങ്ങളിലും വെളിപ്പെടുത്തണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഈ ആഴ്ചക്കാലം ഹല്ലേലൂയ ദൈവത്തോട് കൂടെ ഹല്ലേലൂയ ഉപവാസത്തിലേക്ക് ആയിരിക്കാൻ തക്കോണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ഹല്ലേലൂയ. അവൻ സ്തുതികളിൽ അധിവസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സകല സ്തുതികൾക്കും സകല പുകഴ്ചകൾക്കും യോഗ്യൻ. ഹല്ലേലൂയ. ആ ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. എല്ലാ നാവും പാടി വാഴ്ത്തും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
ആടിപ്പിണരാ സൗഖ്യം നൽകി സൗഖ്യദായകൻ യേശു ആടിപ്പിണരാ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ അതിരുകളെ കുറിച്ച് പാടിയാട്ടെ ഹല്ലേലൂയ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ തുറന്ന് പാടിയാട്ടെ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ ഹല്ലേലൂയ യോഗ്യൻ നീ അതിരുകളെ കുറിച്ച് പാടിയാട്ടെ ഹല്ലേലൂയ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ
പ്രിയതമക്കളെ, ഹല്ലേലൂയ. ആകാശത്തിലും ഹല്ലേലൂയ ഭൂമിയിലും യോഗ്യനായി, ഹല്ലേലൂയ, സകല ആരാധനയ്ക്കും യോഗ്യനായി നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർ ചേർന്ന് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സൗണ്ട് ഒന്നും വരുന്നില്ല. ഹല്ലേലൂയ. ആർക്കും ഒരു എനർജി ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വീണ്ടും വരാറായി. ഹല്ലേലൂയ. ദൈവം വരാറായി. ഹല്ലേലൂയ. കർത്താവ് വരുന്ന അന്ത്യ ഹല്ലേലൂയ അതിനുള്ള കാരണങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ എല്ലാം കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വേഗം വരും. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ, നീ ഒരുങ്ങിടുക, ലോകം വെറുതിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. സോദരാ, നീ ഒരുങ്ങിടുക, ലോകം വെറുതിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാം. ഈ തോട്ടത്തിനുള്ളിൽ ജീവയായി പകർന്നിടുവാൻ, യേശുവായി തോട്ടത്തിനുള്ളിൽ ജീവയായി പകർന്നിടുവാൻ, ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരിപ്പാൻ സഭയുടെ ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരിപ്പാൻ സഭയുടെ ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരനുണർന്നു ചൊല്ലുവാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരനുണർന്നു ചൊല്ലുവാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. സാക്ഷിത്വം നിറച്ച് നടക്കാം, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, ഇതിലും ധൈര്യം നൽകട്ടെ. സാക്ഷിത്വം നിറച്ച് നടക്കാം, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, ഇതിലും ധൈര്യം നൽകട്ടെ. ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭൂതഭാഷ കേൾക്കുന്നു, ദുഷ്ടരോഗം മാറുന്നു, ജനമോഹം ചെല്ലുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭൂതഭാഷ കേൾക്കുന്നു, ദുഷ്ടരോഗം മാറുന്നു, ജനമോഹം
ഹല്ലേലൂയ. മുഴങ്ങിടുന്നു നമ്മുടെ ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നുപോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നുപോകാം. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാമി പകർന്നിടുവാൻ. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാമി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി കൊള്ളുവാൻ, ദൂതനീപ്പാൻ, സഭയിൽ വരുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി കൊള്ളുവാൻ, ദൂതനീപ്പാൻ, സഭയിൽ വരുവാൻ. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശുവീരനുണർന്നു ശോഭി, ശക്തിയായൊരു വേദിയുവാൻ. യേശുവീരനുണർന്നു ശോഭി, ശക്തിയായൊരു വേദിയുവാൻ. സാക്ഷിത്വം ഇടിച്ചു തന്നതാ, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസക്കൂടത്തിൽ പേരും ധൈര്യം കണ്ടെത്തി. സാക്ഷിത്വം ഇടിച്ചു തന്നതാ, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസക്കൂടത്തിൽ പേരും ധൈര്യം കണ്ടെത്തി. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയൊഴുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ഭൂതങ്ങൾ അലറിയൊഴുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ശാന്തി രാജൻ വരുന്നു. അത്രങ്ങളെ തുറന്ന് ഹല്ലേലൂയ. നമ്മുടെ ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. തീപ്പെട്ടികൾ തെളിയിച്ചു കൊള്ളുക, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. തീപ്പെട്ടി തെളിയിച്ചു കൊള്ളുക, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാന്തി രാജൻ വരുന്നൊരു ധ്വനി. ദേശമെങ്ങും മുഴങ്ങിടുന്നു. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെ ഒന്നായി നോക്കിയിടാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെ ഒന്നായി നോക്കിയിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിച്ചേർന്ന് പാടിയാണ്. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു,
വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്താൽ എരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ എരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ കകയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക കകയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തി അതിരങ്ങളെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടലിടം പഴുകില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കടലിടം പഴുകില്ലാതെ അകത്തു പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തു പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പായിപ്പതോർത്താലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പായിപ്പതോർത്താലെങ്ങനെ നാം പലകരേശുവെ മറന്നിരിക്കും തന്നെയൊന്നാം ഘോഷിച്ചിടാം പലകരേശുവെ മറന്നിരിക്കും തന്നെയൊന്നായി ഘോഷിച്ചിടാം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യാത്രകളൊക്കെ അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം നിങ്ങളെ തുറന്ന് ശക്തമായ അന്യഭാഷയിൽ പരിപാലിച്ചു ആ ദൈവത്തെ അതിനെ തുറന്നിരിക്കാതെ ആരാധിക്കുന്ന പരിശുദ്ധൻ ആതിരമന്ദിരമായ പരിശുദ്ധൻ ആ ദൈവത്തെ അതിരുകളെ തുറന്ന് ഹല്ലേലൂയ സ്തുതിക്കാതെ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ വിഷമത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ് ആ ദൈവത്തെ ഹല്ലേലൂയ അതിരങ്ങളെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ഓരിവാരാം ശംദരഗനാരി ശംദേരി വാരാം ശംദരഗന വിവാരാം ശംദരെ ഹല്ലേലൂയ ശംദരഗന ഓ ഹല്ലേലൂയ ശംദേരി വാരാം ശംദരഗന ഹല്ലേലൂയ.
നമുക്കായിരിക്കും. ഇന്ന് രാത്രി കർത്തനായിരിക്കുന്നവൻ, രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന മഹത്വത്തിന്റെ രാജാവ് ഇതിന്റെ അകത്ത് ആമേൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആരാധിച്ചു തുടങ്ങിയാട്ടെ. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങയെ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പ ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത നല്ല കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായിരിക്കുന്നവരെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു കർത്താവെ. അപ്പച്ച, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവെ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. കർത്താവെ, അങ്ങയുടെ ശബ്ദം കേട്ട് കല്ലറയ്ക്കകത്തുണ്ടായിരുന്നവൻ ജീവനോടെ പുറത്തു വന്നു. കർത്താവെ, ഇന്ന് രാത്രി നിന്റെ ശബ്ദത്തെ ഞങ്ങൾ കേൾക്കാൻ, കർത്താവെ, ഞങ്ങളുടെ അകത്ത മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ കൃപ നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പ. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. യുഗങ്ങളുടെ പാറയ്ക്ക് ഞങ്ങൾ ആർപ്പിടുക കർത്താവെ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവെ. ഷാരോനിലെ പനിനീർ പുഷ്പമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കർത്താവെ. ലിലി ഓഫ് ദ വാലി, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവെ. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലതും സൃഷ്ടിച്ച നല്ല കർത്താവ്, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. ജഹോവ റാഫ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ജഹോവ ഷമ്മ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ജഹോവ മക്കദേശ്, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ജഹോവ ശാലേം, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ജഹോവ സിഡ്കീനു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. അവിടുന്ന് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ കർത്താവെ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സൈന്യങ്ങളുടെ ദൈവമേ, അവിടുന്ന് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ കർത്താവെ. അങ്ങേ പോലെ ആരുമില്ല കർത്താവെ. അവിടുന്ന് നല്ലവൻ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് കർത്താവെ. അങ്ങ് നല്ലവനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അങ്ങ് മാത്രം നല്ലവൻ കർത്താവെ. അങ്ങയുടെ വചനം പറയുന്നു, ദൈവം ഒരുവൻ മാത്രം നല്ലവൻ കർത്താവെ. ഞങ്ങളുടെ നീതി പ്രവർത്തികൾ കര പുരണ്ട തുണി പോലെ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അപ്പാ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കണ്ട ആ കണ്ണുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മിസ്രയീമിന്റെ അടിമത്തത്തിനകത്ത് ആമേൻ തന്റെ ജനത്തിന്റെ ആമേൻ സ്തോത്രം ഉഴച്ചിലിനെ കണ്ട ദൈവം ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങയുടെ ജനത്തിന്റെ വേദനകളെ കണ്ട് ഇതിന്റെ അകത്തെ പാളയം ഇറങ്ങിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അപ്പച്ചാ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാ. എന്റെ ദൈവം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ ആമേൻ ഈശാനമൂലം ഞങ്ങളെ അടിച്ച് ആമേൻ സ്തോത്ര പടക് തകർന്നെന്ന് തോന്നിയ വേളയിൽ ആമേൻ സ്തോത്ര മേഘനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവമേ, ഞങ്ങളെ വിളിച്ച ദൈവമേ, അവിടുന്ന് വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണല്ലോ അപ്പാ. അവിടുന്ന് പാതി വഴിക്കുപേക്ഷിക്കാത്ത നല്ല ദൈവമായിരിക്കാതെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചേ. അടുത്തിരിക്കുന്നവനെ ആരും നോക്കണ്ട, എന്റെ യേശുവിനെ മാത്രം ഒന്ന് കണ്ടാട്ടെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ. എന്റെ യേശുവേ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. കരങ്ങളെ ഉയർത്തി യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, നന്ദി പറയുന്നപ്പ. കർത്താവെ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ആവലോടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഉപവാസത്തിന്റെ 7ാമത്തെ നാളിൽ കർത്താവെ, നിന്റെ തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച നിന്റെ ജനത്തോട് അവിടുന്ന് കരുണയായതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങൾ കൊള്ള കിട്ടിയതുപോലെ സന്തോഷിപ്പാൻ, ഇന്ന് രാത്രി സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യുവാൻ സ്വർഗമിടയാക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ യോഗത്തിന്റെ കർത്തൃത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. കർത്താവെ, ഞങ്ങളുടെ മുന്നിൽ വചന ശുശ്രൂഷയുണ്ട്. കർത്താവെ, തിരുമേശയുണ്ട്. നല്ല പിതാവെ, ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം കർത്താവെ, മാറ്റമില്ലാത്ത ആമേൻ സ്തോത്രം, ഇളകാത്ത, മാറാത്ത, ചലിക്കാത്ത ആമേൻ സ്തോത്രം, ജീവൻ നൽകുന്ന ആത്മാവിനെ പകരുന്ന വചനം കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവോളം പകർന്ന് തരുമാറാകണമേ. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തണം കർത്താവ്. ഈ ആലയത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന സകല കുഞ്ഞുങ്ങളുടെ പേരും കർത്താവ്, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരും ഒരുപോലെ ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചാകാറായ ശേഷിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി വിലാപത്തെ നൃത്തമാക്കുന്നവർ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് തൊടുന്ന രാത്രിയായിരിക്കാൻ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കരം പിടിച്ച് ആമേൻ, ഞങ്ങളുടെ വലം കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായിരിക്കാൻ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന, ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നവൻ, മരിച്ചവനെ ജീവിപ്പിക്കുന്നവൻ കർത്താവെ, ഇതിന്റെ അകത്ത് ഇറങ്ങി വന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചാ, ഞങ്ങളോട് ഇടപെട്ടാട്ടെ കർത്താവെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുമാറാകണം. തിരുമേശയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം. പരിശുദ്ധ ആത്മാവിന്റെ ശക്തമായിരിക്കുന്ന നിറവ് അപ്പച്ചാ, ഞങ്ങളുടെ ഓരോ ആമേൻ സ്തോത്ര നിമിഷത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. അങ്ങയുടെ തങ്ക രക്തത്താൽ ജയപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ച ആമേൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ. ചേർന്നൊരിക്കൽ കൂടി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ ആമേൻ നിന്നുകൊണ്ട് തന്നെ വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലയോ നീ വീണിരിക്കുന്നത്? നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ആമേൻ. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെയായിരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം വരെ ആമേൻ വനം പോലെ വേരൂന്നും. അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കും. മുന്തിരി വള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേത് പോലെ ഇരിക്കും. ആമേൻ, ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ആമേൻ, മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി ദൈവസഭയോട് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിന് വേണ്ടി ആമേൻ സ്തോത്രം ആഹ്വാനം ചെയ്യുന്ന നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം. മടങ്ങി വരവ്. എല്ലാവരും ചേർന്ന് പറഞ്ഞു മടങ്ങി വരവ്. റിട്ടേൺ ടു ദ ലോർഡ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രം പുതിയ നിയമത്തിനകത്ത് മത്തായി 11:28 ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിന്റെ ഒരു വിളി. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം ഒരു ഓപ്പൺ കോൾ. കർത്താവിന് സ്തോത്രം. ഓൾട്ടർ കോൾ ഇവിടെ വീഴുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുകയാണ്
ആശ്വസിപ്പിക്കുവാൻ ഒരുവനുണ്ട്, ഒരുവൻ മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരുവനേ ഉള്ളൂ, ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് നസ്രയനായിരിക്കുന്ന യേശു കർത്താവ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരണം, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരണം. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് യേശു വിളിക്കുമ്പോ, ആമേൻ സ്തോത്രം, യേശുവിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം, നിന്റെ പടക്, ആമേൻ സ്തോത്രം, നിനക്കൊരു വിഷയമാകരുത്. നിന്റെ കലപ്പ നിനക്കൊരു വിഷയമാകരുത്. ആമേൻ സ്തോത്രം, നിനക്കുള്ളത് ഒന്നും നിനക്കൊരു, ആമേൻ സ്തോത്രം, തടസ്സമാകരുത്. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ, ആമേൻ സ്തോത്രം, പത്രോസ് മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു സാധനം കിട്ടാതെ തിരിച്ച്, ആമേൻ, പടകിൽ തിരിച്ചു വരുമ്പോ ഉണ്ട് അരുമനാഥൻ, ആമേൻ സ്തോത്രം, ആ കടൽ തീരത്ത് വന്നു നിൽക്കുക. ഒത്തിരി പേരുണ്ട് കൂടെ. ആമേൻ സ്തോത്രം. ആ ചെറിയ കാറ്റത്ത് അവന്റെ മുടിയുടെ ഇലകളിലൊക്കെ ഇങ്ങനെ, ആമേൻ സ്തോത്രം, ആമേൻ, ഇളകി മനോഹരമായിരിക്കുന്ന ഒരു തീരം. എന്ത് മനോഹരമല്ലേ? കർത്താവിന് സ്തോത്രം. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ കണ്ടിട്ടുണ്ടോന്ന്? കർത്താവിന് സ്തോത്രം. ആമേൻ, കാണാൻ പറ്റും. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, അവിടെ നിന്നപ്പോ, ആമേൻ സ്തോത്രം, പത്രോസ് അവിടെ നിന്നുകൊണ്ട് വലയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. യേശു അവനോട് പറഞ്ഞു, നിന്റെ പടകൊന്ന് തരാമോ? നമുക്കത് വായിക്കാൻ സമയമില്ല. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. മീൻപിടുത്തക്കാരന്റെ ഒഴിഞ്ഞ വല, ചേർന്ന് പറഞ്ഞു, ഒഴിഞ്ഞ വല. ഇന്ന് രാത്രി ഒഴിഞ്ഞ വലകളെ നോക്കി സ്വർഗം പറയുക, ആമേൻ സ്തോത്രം, നിന്റെ വലകളെ നിറയ്ക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ ശൂന്യതകളെ നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട്, ആമേൻ സ്തോത്രം, യേശു പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിന്റെ ആ പടകൊന്ന് തരാമോ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ആമേൻ ചെറുപ്പക്കാരനായിരിക്കുന്നു ഉപദേശിച്ച് ചോദിച്ചപ്പോ പത്രോസ് അങ്ങ് കൊടുത്തു. കർത്താവിന് സ്തോത്രം. പടക് കൊടുത്തു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആ പടകിൽ നിന്നുകൊണ്ട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യേശു ശുശ്രൂഷിക്കുക. ഇന്ന് രാത്രി നിന്റെ പടക് എന്റെ കർത്താവിന് വേണം. അത് ശൂന്യമാണെങ്കിലും എന്റെ കർത്താവിന് വേണം. കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ? ഇന്ന് യേശു വിളിക്കുക. ചേർന്ന് പറഞ്ഞേ, എന്റെ യേശു എന്നെ വിളിക്കുകയാ. എന്റെ സാഹചര്യം ശൂന്യതയാ, എന്റെ സാഹചര്യം ഇല്ലായ്മയായിട്ടിരിക്കുക, ഒന്നുമില്ല, ഒഴിഞ്ഞതാ. കർത്താവിന് സ്തോത്രം. ആമേൻ. പോലീസ് സ്റ്റേഷനിലെ കേസാ, സാഹചര്യം. ഹോസ്പിറ്റലിനകത്ത് ICUവിന്റെ അകത്താ, ഡോക്ടർ എന്ത് ചെയ്താ വിടുന്നില്ല. കർത്താവിന് സ്തോത്രം. റിപ്പോർട്ട് എല്ലാം പറയുന്നു ഭയങ്കര പ്രശ്നമാ. സാഹചര്യം നോക്കിയ ശൂന്യതകളാ. ഒരു സന്തോഷം എന്ന് പറയുന്ന സാധനം ഇല്ല. ജോലി കിട്ടി ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ജോലി സ്ഥലത്ത് എങ്ങനെ ചെന്ന് നിൽക്കുമെന്നുള്ള, ആമേൻ സ്തോത്രം, വേദന. അതുപോലെ പ്രഷറാ. ജോലി സ്ഥലത്ത് പ്രഷറൊക്കെ, ആമേൻ സ്തോത്രം, അടിച്ചു കയറ്റുന്ന ആൾക്കാരുണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. നിലത്ത് നിർത്താതെ, ആമേൻ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അപ്പോ ശൂന്യതകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുക, ആ പടക് എനിക്ക് വേണം. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടത് നിന്റെ ജീവിതമാ കുഞ്ഞെ. കർത്താവിന് സ്തോത്രം. ആ പടകിന്റെ അകത്തേക്ക് എന്റെ യേശു കയറി നിന്നിട്ട് അവിടെ വചനം വിതയ്ക്കുകയാ. ഓ കർത്താവിന് സ്തോത്രം. നമ്മൾ വിചാരിച്ചു ഒന്ന് വെച്ചാ രണ്ട് കിട്ടും, രണ്ട് വെച്ചാ ഒന്നും കിട്ടത്തില്ല. കർത്താവിന് സ്തോത്രം. വചനം കേൾപ്പിക്കാനാ വിളിച്ചേ. ചേർന്ന് പറഞ്ഞ, വചനം കേൾപ്പിക്കാനാ വിളിച്ചേ. ചിലരൊക്കെ വിളിച്ചത്, ആമേൻ സ്തോത്രം, പാസ്റ്റർ, ആമേൻ സ്തോത്രം, ചർച്ചയിൽ വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു, ആമേൻ, ഏതാണ്ടൊക്കെ പെട്ടെന്ന് അവിടെ സംഭവിക്കുമെന്നല്ലേ. ഞാൻ ഇവിടുന്ന് പുൽപ്പിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ പലരും വന്ന് എന്റെ കയ്യെ പിടിച്ച് പറയും, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ തന്നെ കാര്യം നടക്കും. ചുമ്മാതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ ജീവിച്ചാൽ കാര്യം നടക്കും. കർത്താവിന് സ്തോത്രം. വചനം കേൾക്കാൻ നിന്റെ പടക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതം കാണും. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാമത്തെ ദിവസം, ആമേൻ സ്തോത്രം, ശ്രദ്ധിച്ച് കേട്ടോ, ഇത് പഠിച്ചോ, ജീവിതത്തിൽ മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനത്തിന് ഇടം കൊടുത്താൽ നീ അത്ഭുതത്തെ കാണും. ആമേൻ. കർത്താവിന് സ്തോത്രം. വചനം, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം പറയുകയാണ്, ആമേൻ സ്തോത്രം, യേശു അവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചു. ആമേൻ സ്തോത്രം. ഒടുവിൽ പത്രോസ് തൂങ്ങി നിലത്ത് വീടുകയാണ്. രാത്രി മുഴുവൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഒന്നും കിട്ടിയില്ല. നിരാശയും ക്ഷീണോ, ഉറക്ക ക്ഷീണോ. ഞാനിങ്ങനെ വിചാരിക്കുക, ആമേൻ സ്തോത്രം, ആ
വള്ളത്തിന്റെ അരികത്തെങ്ങാനും ആണെങ്കിൽ താഴെ വീണേനെ ചിലപ്പോ, അല്ലേ? അതുപോലെ ആമേൻ സ്തോത്രം. പിന്നെ കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ട് ആരും ഉറങ്ങത്തില്ല. പൗലോസ് ശുശ്രൂഷിച്ചപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ആമേൻ. കർത്താവിന് സ്തോത്രം. അത് നമ്മുടെ ധൈര്യം, അല്ലേ? കർത്താവിന് സ്തോത്രം. നമ്മുടെ ഒരു ധൈര്യം അതാ. കർത്താവിന് സ്തോത്രം. പലരും ഇങ്ങനെ കണ്ണടച്ചൊക്കെ പോകുമ്പോ ഒരു സമാധാനം ഉള്ളത് പൗലോസ് ശുശ്രൂഷിച്ചപ്പോഴും ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ഉറങ്ങിയെന്ന് മാത്രമല്ല, ഉറങ്ങി താഴെ വീട് കുഞ്ചു ഒടിഞ്ഞ് ആമേൻ കർത്താവിന് സ്തോത്രം. പിന്നെ അവന്റെ പേരായിരുന്നു ശുശ്രൂഷ, ഇവനെ ഒന്ന് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ. പേര് യൂസ്റ്റിക്കോസ്. ആരാണ്ടൊക്കെ ആൾക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ് ആമേൻ ആമേൻ ഈ പത്രോസ് ആമേൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുമ്പോ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. യേശു ഒടുവിൽ എഴുന്നേറ്റ് പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ ആമേൻ സ്തോത്രം, ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. കർത്താവിന് സ്തോത്രം. ഈ പത്രോസ് ഈ കാര്യം ആമേൻ സ്തോത്രം ഈ ആമേൻ പാപം പിടിച്ചൊരു ആമേൻ സ്തോത്രം ആമേൻ ഒരു മത്സ്യത്തൊഴിലാളി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആമേൻ സ്തോത്രം ഭയങ്കരമായിരിക്കുന്നത് ആമേൻ ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത അതാ തുടക്കത്തിലേ കാണാം. വചനം പറയുക, ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ആമേൻ സ്തോത്രം യേശുവേ, ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ഇതിനകത്ത് കിടന്ന് കട്ടയടിച്ചതാ, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് പത്രോസ് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എങ്കിലും നാഥാ നിന്റെ വചനത്തിന് ഞാൻ വലയിറക്കാം. കർത്താവിന് സ്തോത്രം. നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ അറിയാമോ? നമ്മുടെ പ്രശ്നം എന്താ അറിയാമോ? നമുക്ക് ആമേൻ സ്തോത്രം വചനം അറിയാം, പക്ഷെ വചനത്തിൽ ജീവിക്കാൻ അറിയാൻ പാടില്ല. ഇന്ന് യേശു നിന്നെ വിളിക്കുകയാ. എന്തിനാണെന്നറിയാമോ? വചനത്തിനകത്ത് ജീവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ. എത്ര പേര് ആമേൻ പറയും? കർത്താവിന്റെ സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ മതിയോ? നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോ പാസ്റ്റർക്കും പ്രശ്നം, ആമേൻ വന്നവർക്കും പ്രശ്നം മാറിയിട്ട് ഒരു നേരവും ഇല്ല. പ്രസംഗിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. വചനത്തിൽ ജീവിച്ച വിടുതല. കർത്താവിന്റെ വചനം പറയുകയാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ആഴത്തിലേക്ക് നീക്കി ആമേൻ വലയിറക്കാൻ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, എങ്കിലും ആമേൻ സ്തോത്രം നാഥാ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം വലയിറക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുക. യേശു നിന്നെ വിളിക്കുക. പറഞ്ഞ യേശു എന്നെ വിളിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ആശ്വസിപ്പിക്കാനാ. കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ടെന്ന് പറയാനാ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു 600 പ്രാവശ്യമെങ്കിലും, ഞാൻ ആദ്യം വിചാരിച്ച 365 എന്നാ, 600 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആമേൻ സ്തോത്രം ജോൺ ഹാഗിയുടെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ 600 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. ഭയപ്പെടേണ്ട. ആമേൻ സ്തോത്രം. ഭയപ്പെടേണ്ട. എന്തിനാ? നിന്നെ അനുഗ്രഹിപ്പാനാ ദൈവം വിളിച്ച, നിന്നെ ആശ്വസിപ്പിക്കാനാ ദൈവം വിളിച്ച്, നിനക്ക് സമാധാനം നൽകി തരുവാനാണ് സമാധാന പ്രഭു നിന്നെ വിളിക്കുന്നത്. ഇന്ന് രാത്രി കഷ്ടതയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തോട് നീ എങ്ങനെ പ്രതികരിക്കുക? കർത്താവിന്റെ സ്തോത്രം. ദൈവവചനം പറയുകയാണ് ആമേൻ പത്രോസ് ആമേൻ വചനം കേട്ടു, വചനത്തിന്റെ അനുസരിച്ച് വെള്ളം ഇറക്കി, ആമേൻ വല ഇറക്കി. പെരുത്ത മീൻകൂട്ടം, അങ്ങനെ എഴുതിയിരിക്കുന്നത്, പെരുത്ത മീൻകൂട്ടം. പക്ഷെ അതുകൊണ്ടൊന്നും കഥ അവിടെ തീരുന്നില്ല. വചനം പറയുക, ഈ പെരുത്ത മീൻകൂട്ടത്തെ പിടിച്ചു കഴിഞ്ഞപ്പോ പത്രോസ് ആമേൻ സ്തോത്രം ആമേൻ കർത്താവിനോട് പറഞ്ഞു, ഞാന് പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്. കർത്താവിന് സ്തോത്രം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യും? കർത്താവ് ആണെന്നൊന്നും അന്ന് പത്രോസിന് മനസ്സിലായിട്ടില്ല. നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? നമുക്കൊരു മിനിസ്ട്രി തുടങ്ങാം, പീറ്റർ ആൻഡ് ജീസസ് മിനിസ്ട്രീസ്, അല്ലെ? കാര്യം കൊള്ളാവുന്നയാളാ കൂടെയുള്ളത്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം. കിട്ടിയ പെരുത്ത മീൻകൂട്ടമല്ലേ, വിറ്റ് കഴിഞ്ഞ ആമേൻ സ്തോത്രം നിന്റെ ആമേൻ സ്തോത്രം വേലക്കുള്ളത് ഞാൻ പമ്പ് ചെയ്തോളാം. കർത്താവിന് സ്തോത്രം. പത്രോസ് ആമേൻ സ്തോത്രം ആ പാസേജിന്റെ അവസാനിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു അവനോട് പറഞ്ഞു, വാ എന്റെ കൂടെ വാന്ന്. കർത്താവിന് സ്തോത്രം. യേശു വിളിക്കുക. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക. കർത്താവിന് സ്തോത്രം. ഈ ഉപവാസത്തിന്റെ 7ാം നാളിൽ നീ ഭാരപ്പെടേണ്ട ദൈവ പൈതലേ, നിന്നെ യേശു വിളിക്കുക. നിന്നെ സമാധാനിപ്പിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ യേശു നിന്നെ വിളിക്കുക. കർത്താവിന് വചനം പറയുക, അവൻ വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ നടന്നു. വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. വചനം ചിലയിടത്ത്
അവൻ സ്വത്രം ഭയങ്കരമായിട്ട് നിന്നെ ടെസ്റ്റ് ചെയ്യും. ഈ വെള്ളം ഇറക്കിക്കോ എന്ന് പറയുമ്പോ ഇറക്കാൻ സന്തോഷമാ അല്ലേ? കിട്ടിയാ കിട്ടി, പോയാൽ പോയല്ലേ. കർത്താവിന് സ്വത്രം. കർത്താവ് പറഞ്ഞല്ലേ ഇറങ്ങി നോക്കിയേക്കാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വള്ളവും വലയും ഉപേക്ഷിച്ച് എന്റെ പുറകെ വരാൻ പറഞ്ഞാലോ ആരുടെയും സ്തോത്രവും ഇല്ല, എല്ലാ സ്തോത്രവും പോയി. പാസ്റ്റർ ആണെങ്കിൽ പോയിക്കോ, ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെയാണോ? കർത്താവിന് സ്തോത്രം. യേശു നിന്നെ വിളിക്കുന്നത് നിന്നെ സമാധാനിപ്പിക്കാനാണ്. വചനം പറയുകയാണ്, ഒരു സാബത്ത് റെസ്റ്റ്. യേശു നിന്നെ വിളിക്കുന്നത് ആശ്വസിപ്പിക്കാനാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഇല്ലാത്ത സമാധാനം എന്റെ യേശുവിന് തരാൻ സാധിക്കും. നിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാത്ത സൗഖ്യം എന്റെ യേശുവിന് തരാനായിട്ട് സാധിക്കും. നിനക്കില്ലാത്ത നല്ല പേര് സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് തരാനായിട്ട് സാധിക്കും. എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല അല്ലേ? നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ മറ്റവനോ അവൻ ശരിയല്ല, അവനെ കുറിച്ച് അവന്റെ വീട്ടുകാർ ശരിയല്ല, അവന് ശരിയല്ല അല്ലേ? പേര് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. എന്താ കാര്യം? ദൈവത്തിന്റെ പേരങ്ങനെയാ. ദൈവത്തിന്റെ പേരെങ്ങനെയാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ സൗഖ്യമാക്കും. എന്താ കാര്യം? അവന്റെ പേര് അങ്ങനെയാ. ജഹോവ റാഫ. അവൻ നിനക്ക് സമാധാനത്തെ നൽകി തരും. എന്താ കാര്യം? അവന്റെ പേരെങ്ങനെയാ? യഹോവ ശാലേം. അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല. തീ പോയ തീയിലുണ്ട്, വെള്ളത്തിൽ കൂടി നടന്ന വെള്ളത്തിൽ കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സ്തോത്രം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ വലിയ പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമാ. എങ്ങനെ ധൈര്യമില്ലാതിരിക്കും? യേശു കൂടെ ഉണ്ടെങ്കിൽ, അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും മരണത്തിന്റെ ഇരുൾ വീണ. ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. ആമേൻ, സ്തോത്രം. ആ താഴ്വരയിലൂടെ ഞാൻ പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കർത്താവിന്റെ സ്തോത്രം. എന്റെ കരം പിടിച്ചിരിക്കുന്ന എന്റെ അപ്പന. ചേർന്ന് പറഞ്ഞ്, എന്റെ യേശു എന്റെ കരം പിടിച്ചിരിക്കുക. ഈ ദിവസം, ആമേൻ, സ്തോത്രം, ഈ 7-ാം ദിവസം പ്രിയ ദൈവമേ, നിന്റെ കരം യേശു പിടിച്ചിരിക്കുക. യേശു നിന്നെ വിളിച്ചിരിക്കുക. നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. പത്രോസിന്, ആമേൻ, സ്തോത്രം, വിഷയമായിരുന്നത് വലയാണ്, വെള്ളമാണ്. കർത്താവിന് സ്തോത്രം, പെരുത്ത മീൻകൂട്ടമാണ്. ഇതെല്ലാം കിട്ടിയപ്പോ പത്രോസിന് അത് വേണ്ട. കാരണം എന്താ? പ്രയോറിറ്റി മാറി. കർത്താവിന് സ്തോത്രം. ഈ വചനത്തിന്റെ കൂടാരത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ പ്രയോറിറ്റി മാറണം. നമ്മുടെ പ്രയോറിറ്റി മാറണം. കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ച ടെക്സ്റ്റിലേക്ക് മടങ്ങി വരാം. ഹോശയ്യ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ചിലതൊക്കെ ചർച്ചയിൽ വന്നിട്ട് കാണാതെയായി. ലൈവിലൊക്കെ കാണുമെന്ന് അങ്ങ് വിശ്വസിക്കുക. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ ആമേൻ വിദേശങ്ങളിലേക്കാ. കർത്താവിന് സ്തോത്രം അല്ലേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വെള്ളം ഉണ്ടെന്ന്. കർത്താവിന് സ്തോത്രം. ആമേൻ. ചിലരൊക്കെ ആമേൻ സ്തോത്രം കാണുന്നില്ല. കാരണം എന്താ? ഒന്നുകിൽ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്ന് പ്രാർത്ഥിക്കാൻ വന്നത്. അത് കഴിഞ്ഞപ്പോ കിട്ടി, കാര്യങ്ങൾ കിട്ടി, കഴിഞ്ഞു അല്ലേ? 1-ാം വാക്യം, റിട്ടേൺ ടു ദ ലോർഡ്. എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേലെ, നീ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. യേശു വിളിക്കുമ്പോ ചില പ്രമാണങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് മാത്രം ധ്യാനിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുക. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് ഭയങ്കരമായിരിക്കുന്ന ആമേൻ സ്തോത്രം അനുതാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്താണ് അനുതാപം? 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് അനുദപിച്ചു വരുന്നവന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആമേൻ. അനുദപിച്ച അനുഗ്രഹമുണ്ടോ? രക്ഷിക്കപ്പെട്ടവർ വീണ്ടും അനുദപിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. തിരുവചനം പറയുന്നത് എങ്ങനെയാ? വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് കർത്താവിന്റെ സ്തോത്രം. വലിയ ഭയത്തോടുകൂടി, വിറയലോടുകൂടി എന്ത് ചെയ്യണം? നിന്റെ രക്ഷയെ നീ സൂക്ഷിച്ചോണം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. കർത്താവിന് സ്തോത്രം. ഈ വചനത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വചനത്തിനകത്ത് ജീവിക്കണം. അനുഗ്രഹിക്കപ്പെടുന്നത് വചനത്തിനകത്ത് ജീവിക്കുന്നവനാ. നമുക്ക് ആ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചോ. 1 മുതൽ 7 വരെ 7 വരെ ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് ആ ആ ആ ഓടുകയോ ഇനി ഞങ്ങളുടെ കൈ വേലയോട് ചെയ്യുകയില്ല, കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. കർത്താവിന് സ്തോത്രം. വചനം പറഞ്ഞ 4-ാം വാക്യം വരെ പറയുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് വാ. എങ്ങനെ വരണം? വായി തുറന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരണം. എങ്ങനെയാ? കർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് വരണം. ഇതൊന്നും കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല. ആമേൻ. 4-ാമത്തെ വാക്യം വരെ പറയുകയാണ്, ആമേൻ സ്തോത്രം, നിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞങ്ങൾ വരിക. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ അധര ഫലമായിരിക്കുന്ന സ്തോത്രം നിനക്ക് കരയേറ്റും. സ്തുതിക്കുന്നത് ആർക്കാ നല്ലത്? നേരുള്ളവർക്ക്. കർത്താവിന്റെ സ്തോത്രം. നമുക്കിതൊന്നും പ്രസംഗിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. കാരണം എന്താണെന്നറിയാമോ? നമുക്കിതൊന്നും പ്രസംഗിക്കാൻ കാര്യമില്ല. എന്താ കാര്യം? ആമേൻ സ്തോത്രം. നേരോടെ നടക്കാൻ നമുക്ക് താല്പര്യം അങ്ങനെ ഇല്ലല്ലോ. ഉണ്ടോ? നേരോടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ നേരോടെയാണെന്നാ. അതാ പ്രശ്നം. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, ആമേൻ സ്തോത്രം, എനിക്ക് വേറെ പ്രശ്നങ്ങളില്ലാത്ത, എനിക്ക് അതിനെക്കുറിച്ച് ഒരു കുറ്റബോധമില്ല. കാരണം എന്താ? ഞാൻ നേരുള്ളവനാ. മിസ്റ്റർ റൈച്ചസ് അല്ലേ? റൈച്ചസ് ഗൈ. കർത്താവിന്റെ സ്തോത്രം. ദൈവവചനം പറയുന്നത് 4-ാമത്തെ വാക്യം വരെ പറയുന്നത് അനുതാപത്തോടുകൂടി, ഉറച്ച നിലവിളിയോടുകൂടി, കണ്ണുനീരോടുകൂടി, വായി തുറന്ന് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് അടുത്തു വരണം. അങ്ങനെ വന്നാൽ 4 മുതലേ പെട്ടെന്ന് വായിച്ചു. 4-ാമത്തെ വാക്യം വായിച്ചിട്ട് ചേച്ചി. ഞാൻ അവന്റെ പിന്മാറ്റത്തേക്ക് ചികിത്സിക്കും. 4-ാമത്തെ വാക്യം വരെ പറയുക, നീ മനസ്സ് വെച്ച് അനുദവിച്ചാൽ, ഒരു മാനസാന്തരം നിനക്കുണ്ടായാൽ, നീ മടങ്ങി വന്നാൽ, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ സൗഖ്യമാക്കും. എന്ത് സൗഖ്യമാക്കും? നിന്റെ പിന്മാറ്റ സ്വഭാവത്തെ ഞാൻ എന്ത് ചെയ്യും? ചികിത്സിച്ച് ഭേദമാക്കും. ഓ കർത്താവിന് സ്തോത്രം. ഇതിന്റെ അകത്ത് പ്രാർത്ഥന റിസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുടെ കരങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഉയരട്ടെ. പണ്ട് ഞാൻ പായിട്ട് കൈയടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പാസ്റ്ററെ. ഇപ്പൊ പറ്റുന്നില്ല. ഈ അടുത്ത കാലത്ത് കൂടി ഒരു സഹോദരൻ എന്നെ വിളിച്ച് 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കർത്താവിന് സ്തോത്രം. വചനം പറയുകയാ, ആമേൻ ഹല്ലേലൂയ, പിന്മാറ്റ സ്വഭാവം, ആമേൻ, പിന്മാറ്റം വന്നുപോയതാ. പിന്മാറ്റം, ആമേൻ സ്തോത്രം. ഈ ജീവിത യാത്രയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നറിയാമോ? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ സ്പീഡ് കുറഞ്ഞ് അവസാനം നമ്മുടെ കൂടെയുള്ളവരൊക്കെ അങ്ങ് കയറിപ്പോകും. നമ്മൾ എവിടെ നിൽക്കും? കാലം നോക്കിയാൽ ഉപദേഷ്ടാവും പാസ്റ്ററും സെൻട്രൽ പാസ്റ്ററും ഒക്കെ ആണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും തുടങ്ങിയെടുത്ത് പോലും നിൽക്കുകയില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയും, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ നിന്നാ ശരിയാകത്തില്ല, ഓടിക്കൊണ്ടിരിക്കണം. ആരും നിൽക്കരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ അവൻ തുടങ്ങിയ സമയത്ത് വീടാന്തരം കയറി, അല്ലെങ്കിൽ അവൻ സ്തോത്രം അറിയാവുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു അല്ലേ? എവിടെ പോയി ആദ്യ സ്നേഹം? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ നിന്റെ പിന്മാറ്റ സ്വഭാവത്തെ ചികിത്സിച്ച് ഭേദമാക്കും. എന്താ ചെയ്യണ്ടേ? അനുതാപ വാക്യങ്ങളോടുകൂടി ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ മതി.
മാനസാന്തരത്തിന്റെ 2-3 പ്രമാണങ്ങൾ പറയാം. ഒന്ന്, ആമേൻ സ്തോത്രം, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആമേൻ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് താഴ്ത്തോട്ട് മുഴുവൻ അനുഗ്രഹങ്ങളാ. 7 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ, ആമേൻ 4 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ, 7 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ അനുഗ്രഹമാ. അനുഗ്രഹം. നിന്റെ ദൈവം സൗഖ്യമാക്കും, നിന്റെ പിന്മാറ്റ സ്വഭാവത്തെ ചികിത്സിക്കും, നിന്റെ ദൈവം അവൻ മാനിക്കും. അങ്ങനെ ആമേൻ സ്തോത്രം, അവന്റെ നിഴലിൽ പാർക്കുന്നവൻ വീണ്ടും ധാന്യം വിളയിക്കും. കർത്താവിന്റെ സ്തോത്രം. അവന്റെ ആ ബിസിനസ് ഒക്കെ പിന്നെയും പ്രോസ്പർ ചെയ്യും. നിന്റെ ജോലിയൊക്കെ കർത്താവ് മാനിച്ച പ്രൊമോഷനൊക്കെ കുറെ വർഷങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുന്നതൊക്കെ ദൈവം റിലീസ് ചെയ്യും. എന്താ ചെയ്യണ്ടേ? കർത്താവിന്റെ അടുക്കലേക്ക് വിളിക്കുക. വാ, എന്റെ അടുക്കലേക്ക് വാ. റിട്ടേൺ ടു ദ ലോർഡ്. മടങ്ങി വാ ദൈവത്തിന്റെ അടുക്കലേക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുകയാ. എന്തിനാ? നിന്റെ ചികിത്സിച്ച് ഭേദമാക്കാനാ. പറഞ്ഞേ, എന്റെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടിയ ആമേൻ സ്തോത്രം ആവശ്യമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ആമേൻ തിരുവചനം പറയുകയാണ്, ആമേൻ ആമേൻ സ്തോത്രം, അനുതാപ വാക്യങ്ങളോടുകൂടി. എന്തിനാ വാക്യത്തോടു കൂടി വരുന്നത്? ഈ മാനസാന്തരപ്പെടുന്നവന് 3 കാര്യങ്ങൾ, ഞാൻ 3 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, മാനസാന്തരപ്പെടുന്നതിന്റെ ഒരു പ്രമാണം, ഒരു റൂള്, തമ്പ് റൂള് ഞാൻ പറയാം. ഒന്ന്, ഒരു മാനസാന്തരം ആവശ്യമാണ്, മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ട് നീ നിന്റെ പ്രശ്നത്തെ അക്നോളജ് ചെയ്യണം. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കാത്തവന് എന്ത് മാനസാന്തരം? മാനസാന്തരപ്പെടണമെന്ന് ഇവിടെ നിന്ന് ചങ്കലച്ച് വിളിച്ചാലൊന്നും ആരും മാനസാന്തരപ്പെടുത്തില്ല. എന്റെ ജീവിതത്തിനകത്തൊരു കുറവുണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നയിടത്താണ് മാനസാന്തരം തുടങ്ങുന്നത്. അക്നോളജ് യുവർ മിസ്റ്റേക്സ്. കർത്താവിന്റെ സ്തോത്രം. നിന്റെ അകൃത്യത്തെക്കുറിച്ച് അവൻ സ്തോത്രം ഒരു ധാരണ ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ, ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര ഇരുട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയും. കർത്താവിന്റെ സ്തോത്രം. പരിശുദ്ധി ആത്മാവാം ദൈവം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തും. വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സന്നിധിയിൽ നേരോടെ ഇരിക്കുന്നവർ സ്തുതിക്കുന്നത് ഉചിതമാണ്. ആമേൻ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എപ്പം മീറ്റിംഗ് ഉണ്ടെങ്കിലും നമുക്ക് വരാൻ ചിലപ്പോൾ സാധിച്ചേക്കും, സ്തോത്രം ചെയ്യുവാൻ സാധിച്ചേക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുക, നേരുള്ളവർക്ക് ആ സ്തുതി ഉചിതം. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പറയുവാനായിട്ട് സാധിക്കുമോ, ദൈവമേ, എന്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു കുറവുണ്ടെങ്കിൽ കർത്താവെ അത് കാണിച്ചു തന്നാൽ ഞാൻ അത് തിരുത്താൻ ചെയ്യാറാ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 33-ന്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞേ. കർത്താവിന്റെ സ്തോത്രം വായിച്ചേ. കർത്താവിന്റെ സ്തോത്രം പെട്ടെന്ന് വായിച്ചു. പ്രൈസ് ഫ്രം ദി അപ്രൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. കർത്താവിന്റെ സ്തോത്രം. നീതിമാന്മാരെ, എല്ലാവരും ഒന്ന് പറഞ്ഞു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കർത്താവിന് സ്തോത്രം. ഞാൻ പറയുമ്പോൾ ആരും വിഷമമൊന്നും വിചാരിക്കില്ല, ആരെയും കുറിച്ചൊന്നും ഓർത്ത് പറയുന്നതല്ല, പൊതുവിൽ അങ്ങ് പറയുക. നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നക്കാരനായിരിക്കുന്നവൻ ഇതിന്റെ അകത്ത് വന്നിട്ട് എങ്ങനെ സ്തുതിക്കും? ഈ വചനത്തിന് മുമ്പിൽ നിങ്ങൾ എന്നോട് പറയും. ഇത് ഞാൻ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാം, ഭയങ്കര സന്തോഷമായിരിക്കും, എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ വചനത്തെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വചനം അറിയുന്നവനല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെ കാണാപ്പാടം പഠിച്ചു, 7 വരെയുള്ള വാക്യങ്ങൾ ബൈഹാർട്ടായി, അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. വചനത്തെ ജീവിക്കാൻ തുടങ്ങണം. അനുതാപ വാക്യങ്ങളോടുകൂടി ചെല്ലാൻ പറഞ്ഞാൽ അതുപോലെ ചെല്ലുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവിന് സ്തോത്രം. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ആമേൻ സ്തോത്രം, ഞാൻ ശരിയാക്കും, എല്ലാം ശരിയാക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അവന്റെ സ്തുതി കേൾക്കാൻ എന്റെ കർത്താവ് ഇതിന്റെ അകത്ത് പാളയം ഇറങ്ങും. കർത്താവ് ഇന്നലകളിൽ നോക്കത്തില്ല, ഇന്നലകളിൽ നമ്മൾ നോക്കത്തില്ല. ഇന്നലകളിൽ തെറ്റിപ്പോയി പാസ്റ്ററെ,
സാരമില്ല, കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. യേശു ഇന്ന് നിന്നെ വിളിക്കുക. എന്തിനാ? നിന്റെ പിന്മാറ്റ സ്വഭാവത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ, ഇനിയും നീ ധാന്യം വിളയിപ്പാൻ, നിന്റെ സൗഖ്യം വരുത്തി തരുവാൻ. കർത്താവിന് സ്തോത്രം. നിന്നെ അനുഗ്രഹിപ്പാൻ വേണ്ടി ദൈവം വിളിക്കുക. അതിന് നീ എന്താ ചെയ്യണ്ടേ? അനുതാപവാക്യങ്ങളോടുകൂടി ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിരുസന്നിധിയിലേക്ക് അടുത്തു വരണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അവൻ സ്തുതിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാൽ പഴയ മനുഷ്യനായി. അവൻ സ്തുതിച്ചിട്ട് എന്താ കാര്യം? പ്രിയ ദൈവപൈതലേ, നമ്മൾ അങ്ങനെ സ്തുതിച്ചിട്ട് എന്താ കാര്യം? പാസ്റ്ററിന് സന്തോഷമാണ്, കർത്താവിന്, കാരണം സഭയ്ക്കകത്ത് ആളുണ്ടാവും. നീ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, അല്ലേ? കർത്താവിന് സ്തോത്രം. നമുക്ക് തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തെറ്റിനകത്ത് തുടരുന്നത് ആമേൻ സ്തോത്രം ഒരു വിശ്വാസിയുടെ പരിപാടിയല്ല. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനകത്ത് എനിക്ക് ജീവിക്കണമെന്ന് പറയുന്നവൻ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, അവൻ വചനം അയച്ചു നമ്മളെ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ വചനം ഇങ്ങനെ അയക്കും, ഇങ്ങനെ പോസ്റ്റായിട്ട് വരും, അല്ലെങ്കിൽ കുറിയറായിട്ട് വരും. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ റിസീവ് ചെയ്ത് സൈൻ മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് കാരണമായിരിക്കുന്ന, അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ സാഹചര്യത്തിന് ആവശ്യമായിരിക്കുന്ന ആ വചനത്തെ, ആ റേമ വേടിനെ സ്വർഗം അയക്കും. അന്നേരം അത് പിടിച്ച് അതിനകത്ത് ജീവിക്കാൻ തുടങ്ങുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടി പറയണോ? വചനം അയച്ച് സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് വെറുതെ വചനം കേൾക്കുമ്പോൾ സൗഖ്യം വരുമെന്നല്ല. അങ്ങനെയാണെങ്കിൽ ബ്രദറൻ ചർച്ചിനകത്ത് ആമേൻ സ്തോത്രം, ഈ വചനം ആമേൻ സ്തോത്രം പുറത്തുമൊക്കെ ആമേൻ ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, വചനമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമയൊക്കെ പഠിക്കുന്ന ആൾക്കാരെ പുസ്തകമൊക്കെ പല പ്രാവശ്യം വായിച്ച ആൾക്ക്. ഇന്ന് കേശവദേവിന്റെ ഞാനൊരു പുസ്തകം വായിച്ചു. ആമേൻ, ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഒരു ചിത്രമുണ്ട്, 2000 പേജുള്ള വചനത്തിന്റെ വ്യാഖ്യാനം. കർത്താവിന് സ്തോത്രം. ഇവരൊക്കെ ഇതെങ്ങനെ എഴുതി? ബുദ്ധി കൊണ്ട് എഴുതുകയ. വചനമുണ്ട്. സയൻസും ആമേൻ സ്തോത്രം കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ തലയിൽ ഇരിക്കുന്നത് പോലെ വചനമുണ്ട്. വചനത്തിനകത്ത് ജീവിക്കണം. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ഞാൻ അനുസരിക്കുമെന്ന് പറയുന്നവരുടെ കാര്യം ഞാൻ കാണട്ടെ. കർത്താവിന് സ്തോത്രം. എന്നും ഞാൻ ഇതിന്റെ അകത്ത് വരും, ഞാൻ വചനം കേൾക്കും, വചനം കേട്ടിട്ട് അങ്ങനെ പോകും. അല്ല, മതി. യേശു നിന്നെ വിളിക്കുകയാണ്. എന്തിനാ? അനുഗ്രഹിപ്പാനും ആശ്വസിപ്പാനും. യേശു നിന്നെ വിളിക്കുന്നത് അനുഗ്രഹിപ്പാനാ. നിന്റെ വലയെ നിറയ്ക്കുവാൻ അവന് സാധിക്കും. പത്രോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുക, എനിക്ക് വള്ളവും വേണ്ട, വലയും വേണ്ട, ജോലിയും വേണ്ട, ഒന്നും വേണ്ട, നിന്റെ മതി എനിക്ക്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം ഇതിനെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത യാതൊരു മേഖലയുമില്ല. നിന്നെ സൗഖ്യമാക്കണമെന്നോ ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ബെന്നിഹീൻ വന്നാൽ മാത്രം സൗഖ്യം നടക്കുമെന്നോ? ഒരിക്കലുമില്ല. എത്രയോ സാക്ഷി നമ്മുടെ ചർച്ചിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. വിടുതൽ ദൈവത്തിന് ആമേൻ സ്തോത്രം നൽകി തരാനായിട്ട് 40ഉം 20ഉം ഒക്കെ ഇരിക്കണമെന്നോ? ഒരിക്കലുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് സ്വർഗത്തിന് ദൈവം മറുപടി നൽകും. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒന്നാമത്തെ റൂള്, നീ കേൾക്കുന്ന വചനത്തെ ആമേൻ സ്തോത്രം നീ അനുസരിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്കാ ഉചിതം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫോൺ എടുത്ത് ആമേൻ സ്തോത്രം 4 പേരെ ആമേൻ സ്തോത്രം വിളിച്ച് ആമേൻ സ്തോത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്ന ആമേൻ സ്തോത്രം അങ്ങനത്തെ നേരല്ല ഉദ്ദേശിക്കുന്നത്. ആ നേരല്ല. സത്യമല്ലേ പറഞ്ഞോളൂ. ഞാൻ എന്തെങ്കിലും ഇല്ലാത്ത പറഞ്ഞു പാസ്റ്ററെ. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരിക്കലും വരുത്. ഇന്ന് രാത്രി ദൈവം നിന്നെ വചനം അയച്ച് സൗഖ്യമാക്കി. ചേർന്ന് പറഞ്ഞു, എന്റെ വചനം അയച്ച് ഇപ്പൊ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഈ വചനത്തെ ഞാൻ പിടിച്ച് അതിനകത്ത് ജീവിക്കാൻ ഞാൻ തുടങ്ങിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ അടിപ്പിടരാനുള്ള സൗഖ്യം നിന്റെ മേൽ ഇറങ്ങി വരും. ആമേൻ. ഒരാമേൻ പറഞ്ഞ് കർത്താവ് പറയാ, റിട്ടേൺ ടു ദ ലോർഡ്, റിട്ടേൺ ഓ ഇസ്രായേൽ ടു യുവർ ലോർഡ്. നിന്റെ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ മടങ്ങി വന്നാട്ട്. യേശു നിന്നെ വിളിക്കുകയാ. യേശു നിന്നെ വിളിക്കുക. നിന്റെ പടക് യേശുവിന് വേണം. ഇന്ന് കൊടുക്കൂ. പടക് മാത്രം ഞാൻ കൊടുക്കത്തില്ല, ജീവിതം തരത്തില്ല. എനിക്ക് വിടുതൽ വേണം. ഇതിനകത്ത് കുത്തിയിരിക്കുക. നീ കുത്തിയിരിക്കത്തേ ഉള്ളൂ.
പന്നിക്കൂട്ടത്തിൽ ഹൗസിനകത്ത് വിടുതലില്ലെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ? കർത്താവിന് സ്തോത്രം ഇല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, കർത്താവ് ഭയങ്കര കരുണയുള്ളവനാ, മനസ്സലിവുള്ളവനാ. നിന്നെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ സ്തോത്രം. എത്ര കൊള്ളരുതെന്ന് പറഞ്ഞാലും ദൈവം പിന്നെ ക്ഷമിക്കും, പിന്നെ സ്നേഹിക്കും, പിന്നെ സഹായിക്കും. അത് ദൈവത്തിന്റെ ഒരു ആമേൻ ഹോൾമാർക്കാ. കർത്താവിന് സ്തോത്രം. ആമേൻ. നിനവേ നിവാസികളോട് പറഞ്ഞു, ആമേൻ എല്ലാത്തിനെയും കാച്ചിക്കളയാൻ പോവുകയാണ്. അടുത്ത ദിവസം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം പറയുക, ആമേൻ സ്തോത്രം, ഇല്ല ഞാൻ മാറ്റി, അവരെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി വചനത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവം ഇതില്? നിന്റെ ദൈവം തൊടും, നിന്റെ തലമുറയെ ദൈവം തൊടും, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. കർത്താവിന്റെ സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രി തന്നെ തീരുമാനിക്കണം. നാളത്തേക്ക് വെക്കല്ലേ. എന്റെ ജീവിത പങ്കാളിയോട് ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നേരുള്ളവർക്ക് ഉചിതമാ. നേരുള്ളവർക്ക് നേരുണ്ടോ? പുറത്തോട്ട് ഇറങ്ങിയാൽ അടിയും ബഹളമാണ്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. ഈ 7-ാം ദിവസം നമ്മൾ ഉപവാസം കഴിയും, ഉപവാസം നടത്തും, പിന്നെ ഉപവാസം കഴിയും, ഉപവാസം നടത്തും. ആമേൻ സ്തോത്രം. സ്വഭാവം പഴയത് തന്നെ വേണ്ട, മതി. ഇന്ന് രാത്രി ഒരു വ്യത്യാസം വേണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ സഭയ്ക്ക്, അപ്പൊ അബുദാബിയിലെ ദൈവസഭയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. ആമേൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നമ്മൾ ആമേൻ സ്തോത്രം സ്തുതിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. വചനത്തിൽ ജീവിക്കണം. കർത്താവിന് സ്തോത്രം. ഒന്നാമതായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ അനുതാപ വാക്യങ്ങളോടുകൂടി വരണം. കർത്താവിന് സ്തോത്രം. 1 യോഹന്നാൻ 1:8, 9, 10 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. പെട്ടെന്ന് 8-ാം വാക്യം. If we claim to be without sin, we deceive ourselves. If we claim we have not sinned, we make him not to be a liar. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ, കർത്താവിന് സ്തോത്രം. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? നമ്മൾ പറയുന്നത് നമ്മൾ മിസ്റ്റർ ക്ലീൻ ആണെന്നാ. ഓ, ഞങ്ങള് പണ്ട് മുതലേ വിശ്വാസികളെ വാസ്തവേ. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക്, ആമേൻ സ്തോത്രം, ഞാൻ വചനം കേട്ടിറങ്ങിയത്. ഒറ്റയ്ക്കൊക്കെ വചനം കേട്ട് ഇറങ്ങി എന്നുള്ളത് സത്യമാ. ഇപ്പോ എവിടെയാണെന്നുള്ളതാ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഞാൻ എവിടെയായിരിക്കും എന്നുള്ളത്. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാലും പണ്ട് മുതലേ വിശ്വാസിയാണേലും ദൈവത്തിനാവുന്നൊരു വിഷയമല്ല. ഇന്ന് നീ എങ്ങനെയാ? നേരുള്ളവരാണോ? എങ്കിൽ സ്തുതിച്ചോ. ഇല്ലെങ്കിൽ പോയി നേരാക്കിയിട്ട് വാ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും, എനിക്കൊരു വ്യത്യാസം വേണമെന്ന്? കർത്താവിന് സ്തോത്രം. ഞാൻ പറയുക, ഈ വചനത്തിന് മുമ്പ് ഞാൻ മഹാഭാവിയാ, എനിക്കൊരു മടിയില്ല. കർത്താവിന് സ്തോത്രം. പാസ്റ്ററാണെന്ന് പേരുണ്ട്, പക്ഷെ പാപിയാ. അതുകൊണ്ട് തീർന്നില്ല. അടുത്ത വാക്യം 9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെയാ കാര്യം ഇരിക്കുന്നത്. അനുതാപ വാക്യങ്ങളോടുകൂടി വരണമെന്ന്, ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് വരണമെന്ന് പറഞ്ഞതിന്റെ കാര്യം കിടക്കുന്ന അവിടെയാ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റാ. നീ വചനത്തിൽ ജീവിച്ചാലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല, എന്റെ കൂടെ ആരുമില്ല. നീ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, അച്ഛാ എന്നോട് ക്ഷമിക്കണമേ, അച്ഛാ എന്നോട് ക്ഷമിക്കണമേ. കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം. അമ്മാമ്മയോട്, അവൻ മോളെ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയാൻ സാധിച്ചാൽ, കർത്താവിന് സ്തോത്രം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പണ്ടൊക്കെ ആണെങ്കിൽ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് സഭായോഗത്തിനകത്ത് ആമേൻ വിളിച്ചു പറയുമായിരുന്നു പാപമൊക്കെ. ആമേൻ സ്തോത്രം. ഈ ജോസ് പാസ്റ്ററൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ അവരുടെ കൊച്ചുനാളിലൊക്കെ പണ്ടത്തെ സഭകളിലൊക്കെ അങ്ങനെയായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇത് നമുക്കിപ്പോ പരസ്യമായിട്ടൊന്നും പറയാനായിട്ട് പറയുന്നില്ല. കർത്താവിനോട് പറയരുതോ? യേശുവിനോട് പറയരുതോ? കർത്താവിന് സ്തോത്രം. നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കാതെ. പ്രിയമുള്ളവരെ, ഇരുട്ടത്തിരിക്കുന്നത് പിശാചിന്റെയാ. നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നത് പിശാചിന്റെ വകയാ. പിശാചിന്റെ വകയായിട്ടിരിക്കുന്ന ആ സാധനത്തെ പിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അത് വെളിച്ചത്തിന്റെ ആകും. പിന്നെ നീ ഫ്രീ ആകും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ സ്തോത്രം, മറച്ചു വെക്കാതെ പാപങ്ങളെ ക്ഷമിച്ച്, ആമേൻ സ്തോത്രം, ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ അനീതി എല്ലാം പോക്കി നമ്മളെ വിശുദ്ധീകരിപ്പാൻ അവൻ
വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. കർത്താവിന് സ്തോത്രം. നിന്നെ വിളിച്ചത് നിന്നെ ഉപദ്രവിക്കാനല്ല, നിന്നെ നശിപ്പിച്ചു കളയാനല്ല. നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞേ, എന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. എന്റെ പാപങ്ങളെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. എത്ര പേര് കർത്താവിനോട് പറയും, ഹല്ലേലൂയ, എനിക്കൊരു വിടുതൽ ആവശ്യമാ, എനിക്കൊരു വിടുതൽ ആവശ്യമാ. ഞാൻ എന്റെ പാപങ്ങളെ മറച്ചു വെക്കത്തില്ല, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവര് ശുഭം വരികയില്ല. ഈ തിരുമേശയുടെ മുമ്പിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ കണ്ണുകളും അടച്ചു കൊടുത്ത്, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിന് സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് കർത്താവിന് സ്തോത്രം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, എന്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ആമേൻ സ്തോത്രം, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിച്ച് കളയുക. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അനുതാപ വാക്യങ്ങളോടുകൂടി ദൈവത്തിന്റെ വചനം പറയുന്നു, അനുതാപ വാക്യങ്ങളോടുകൂടി, അനുതാപ വാക്യങ്ങളോട് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ എന്നോട് ക്ഷമിക്കണമേ അപ്പാ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് പറയും കർത്താവിനോട്, കർത്താവേ, ആമേൻ സ്തോത്രം, വചനത്തെ വളച്ചൊടിച്ച് എന്റെ ഇഷ്ടത്തിനുള്ള വചനം മാത്രം കേട്ട് ഞാൻ നടന്നു. കർത്താവിനോട് ക്ഷമിക്കണമേ. കർത്താവ് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഒരു വേർപാടും വിശുദ്ധിയും എനിക്ക് ആവശ്യമാ. ഇത് ദൈവത്തിന്റെ വചനമാ, മാറ്റമില്ലാത്ത വചനമാ. ഞാൻ അതിനെ അവഗണിച്ചു, എന്നോട് ക്ഷമിക്കണമേ. അനുതാപ വാക്യങ്ങളോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാട്ട് ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാ. കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാ. യേശു നിന്നെ സൗഖ്യമാക്കുകയാ. യേശു നിന്നെ സൗഖ്യമാക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു വിളിക്കുകയാ നിന്നെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റുപറയുന്നവന് ആമേൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറയുന്നവൻ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. പാപങ്ങളെ മറച്ചു വെക്കരുത്. കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. കുടുംബജീവിതത്തിനകത്ത് ദൈവം ഒരു വ്യത്യാസം വരുത്തട്ടെ. കുടുംബജീവിതത്തിനകത്തൊരു വ്യത്യാസം ദൈവം വരുത്തട്ടെ. ഇന്ന് രാത്രി കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഒരു വിശ്വസ്തനായിരിക്കാൻ ആമേൻ സ്തോത്രം. പുറത്ത് ഒരു സ്വഭാവം, അകത്തൊരു സ്വഭാവം വേണ്ട കർത്താവേ. ഇന്ന് മുതൽ ആമേൻ സ്തോത്രം, ആ കപടത എനിക്ക് വേണ്ട. ആമേൻ സ്തോത്രം. സഭയ്ക്കകത്ത് എനിക്കൊരു വിശ്വസ്ത ഹൃദയം നൽകണമേ. അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ മേശയിലേക്ക് ആമേൻ സ്തോത്രം പങ്കുചേരാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ആമേൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിരിക്കുന്ന കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച, യേശുവിന്റെ രക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകി കളയണമേ എന്ന് പ്രാർത്ഥിച്ച, യേശുവിന് സ്വന്തം ജീവിതം പടങ്ങ് കൊടുത്ത് യേശുവിനോട് ചേരുവാൻ, പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ എല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ബാക്കിയുള്ളവർ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഈ തിരുമേശ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ തിരുമേശയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ മറച്ചു വെക്കാതെ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു മനസ്സോടുകൂടി, ഒരു ഹൃദയത്തോടുകൂടി, ഒരു മനപ്പെട്ട് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സഭ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എന്നെ ഒരു ദൈവ പൈതലാക്കുവാൻ, എന്നെ ക്രൂശിൽ വീണ്ടെടുക്കുവാൻ അവൻ സഹിച്ച പങ്കപ്പാടുകൾ, അവന്റെ വേദനകൾ, അവനേറ്റ നിന്ദകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി. കർത്താവേ, നീ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സഹോദര, ക്രൂശിൽ നിന്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്നതിനായിട്ട് നന്ദി എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. കർത്താവിന്റെ പീഡാസഹനത്തെ ഓർമ്മിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവ് തന്റെ കരം കൊണ്ട് സ്ഥാപിച്ച് ഈ മേശയുടെ മുമ്പിൽ വലിയ സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. എല്ലാ കരങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഒരു നേരുള്ള ഹൃദയം ഇന്ന് രാത്രി എനിക്ക് നൽകണമേ. അവൻ സ്വോത്രം നിന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുമ്പോൾ അവൻ സ്വോത്രം ഹല്ലേലൂയ, അവൻ വിശ്വസ്തനാണ്, അവൻ ദൈവത്തിന്റെ അവൻ സ്വോത്രം പൈതലാണെന്ന് പറയുവാൻ തക്കവിധം ഇന്ന് രാത്രി ഈ തിരുമേശയുടെ മുമ്പിൽ എന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്റെ മലിനത നീക്കണമേ. ഇന്ന് രാത്രി കർത്താവ് നിന്റെ വചനം അയച്ചെന്നെ സൗഖ്യമാക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ കർത്താവ് ഞങ്ങളെ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. അപ്പച്ച, ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
അപ്പച്ചൻ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, ഹല്ലേലൂയ. നമുക്ക് തിരുമേശയിലേക്ക് ശുശ്രൂഷിക്കാൻ കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ തിരുവചനം 1 കൊരിന്ത്യർ ലേഖനം 11 ആമേൻ സ്തോത്രം 21 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ അപ്പം യോഗ്യതയോടെ ആമേൻ കഴിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ തന്നെ അയോഗ്യതയോടെ ഈ തിരുമേശയിലേക്ക് കൈനീട്ടുന്നവർക്ക് ബലഹീനരായി തീരുവാൻ, രോഗികളായി തീരുവാൻ, മരണം തന്നെയും വരുവാൻ തക്ക വിധം ഇടയായിത്തീരും. എന്നാൽ തന്നെത്താൻ വിധിച്ചാൽ, അതിന്റെ 32 വാക്യം പറയുന്നു, തന്നെത്താൻ വിധിച്ചാൽ നമ്മൾ വിധിക്കപ്പെടുകയില്ല. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നമ്മൾ കേട്ട വചനം അതായിരുന്നു. തന്നെത്താൻ വിധിക്കുക, തന്നെത്താൻ പറയുക. ആമേൻ സ്തോത്രം, ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവേ, ആമേൻ സ്തോത്രം, കരുണയായിരിക്കണമേ, യോഗ്യതയോടുകൂടി നിന്റെ അകത്ത് നിൽപ്പാൻ. ആമേൻ സ്തോത്രം, എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, അക്കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ സ്തോത്രം, തിരുമേശയ്ക്കായിട്ട് ഇതിന്റെ അകത്തുനിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായിട്ട് കർത്താവിന്റെ കുടുംബത്തെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ഹല്ലേലൂയ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് പോവുക. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് തൃക്കരങ്ങളിൽ പാനപാത്രവും എടുത്ത് സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം ചൊല്ലിക്കൊണ്ട് കൽപ്പിച്ചരുളി, ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമം, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം നിങ്ങൾ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുക അത്രേ ചെയ്യുന്നത്. അമ്മേൻ, അപ്പവീനികൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളുടെ തിരുമേശ മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നപ്പാ, തകർന്നുറങ്ങിയും ഇരിക്കുന്ന ഒരു ഹൃദയം കർത്താവേ ഞങ്ങൾക്ക് ദാനമായി തരണമേ. ഇന്ന് രാത്രി കർത്താവേ, ലംഘനം കർത്താവേ അതും അമേൻ കർത്താവെ മറച്ചു വെക്കാതെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അപ്പാ, ഞങ്ങളുടെ സംസാരത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ കൊടുക്കൽ വാങ്ങുമെന്ന് പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം കർത്താവേ. അങ്ങയുടെ ചങ്കിലെ ചോരയാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിക്കണം. രാത്രി കർത്താവേ, ഞങ്ങളുടെ മുമ്പിലുള്ള ആമേൻ കർത്താവെ അപ്പത്തിനും കർത്താവെ വീഞ്ഞിനുമായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. തിരുമേശയുടെ മുമ്പിൽ മാത്രമല്ല മാനസാന്തരമുള്ളൊരു ഹൃദയം കർത്താവെ, എപ്പോഴും എല്ലാ നിമിഷവും ഞങ്ങൾക്ക് മാനസാന്തരമുള്ള തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം തെരുമാറാകണമേ. എപ്പോഴും കർത്താവിനെ ഓർക്കുവാനുള്ള കൃപ തരണമേ കർത്താവേ. ആമേൻ. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ കർത്താവേ ഈ അപ്പത്തിലേക്ക് കർത്താവെ കൈ നീട്ടുന്നു, വീഞ്ഞിലേക്ക് കർത്താവെ ഞങ്ങളുടെ കരം നീട്ടുകയാണ്. ഇന്ന് രാത്രി ഇത് ഞങ്ങൾക്ക് ജീവനും നിത്യജീവനും കാരണമായി തീരണേ അപ്പാ. ഞങ്ങൾക്ക് ആർക്കും ഇത് ശിക്ഷയ്ക്കും ന്യായവിധിക്കും കാരണമാകാതെ കർത്താവ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ഞങ്ങളെ സൗഖ്യമാക്കണം എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ പിന്മാറ്റങ്ങളെ ചികിത്സിച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അപ്പത്തെയും വീഞ്ഞിനെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വാഴ്ത്തിയതിനായി സ്തോത്രം, എല്ലാവരും കർത്താവിൽ ഭക്ഷിച്ച് ബലപ്പെടുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്ന യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഓരോരു ഗാനം പാടും. ആമേൻ സ്തോത്രം. ആ സമയത്ത് ഓരോരുത്തരായിട്ട് കടന്നു വന്ന് ഇത് എടുത്തുകൊണ്ട് പോയി ആമേൻ സ്തോത്രം ആമേൻ അപ്പത്തിൽ നിന്നും ആമേൻ സ്തോത്രം വീഞ്ഞും ആമേൻ കരങ്ങളിൽ ഏന്തി അതിനുശേഷം നമ്മൾ ഒരുമിച്ച് സഭയായിട്ട് പിന്നെ ഒരുമിച്ച് ശുശ്രൂഷിച്ച് അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. ഇപ്പോൾ എല്ലാവരും വേഗത്തിൽ കടന്നു വന്ന് ആമേൻ സ്തോത്രം അപ്പവീഞ്ഞുകളെ എടുക്കാൻ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു, നിത്യജീവൻ
കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന ഭൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ ഗതസമന ഭൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ അതിവ്യതയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. സാധിക്കുന്നവരൊക്കെ ആമേൻ മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് അപ്പവീതികളെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട് അർപ്പിച്ചരുളി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേനെന്ന് പറഞ്ഞു. സ്തോത്രത്തോടു കൂടി നമുക്ക് അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് തൃക്കരങ്ങളിൽ പാനപാത്രവും എടുത്ത് ആമേൻ സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, ഇത് എന്റെ രക്തത്തിൻ പുതിയ നിയമം, ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രത്തോടുകൂടി പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യും. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ കർത്താവോട് ഇടയാക്കിയനായ സ്തോത്രം. വചനത്തിൽ നിന്ന് ശ്രദ്ധിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ഒരു ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിനുശേഷം കർത്താവേ, അങ്ങയുടെ മരണവും പുനരുത്ഥാനവും വിളിച്ചു പറയുന്നതായ ഹല്ലേലൂയ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം കർത്താവേ, അടിയങ്ങളെ ഇടയാക്കിയനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് വേണ്ടി ആ കാൽവറി മലയിൽ ചൊരിഞ്ഞതായ ഹല്ലേലൂയ, ഗോൽഗോഥ മലയിൽ ചൊരിഞ്ഞതായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പുണ്യാഹ രക്തം അടിയങ്ങളുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം പിന്നെയും അവിടുന്ന് ഇടയാക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊരിഞ്ഞതായ രക്തം സകല പാവങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നതാകിയാൽ ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ ശുദ്ധിയുള്ളവരായി, ബലമുള്ളവരായി, ചൈതന്യമുള്ളവരായി, പ്രത്യാശ അടിയങ്ങളിൽ പുതുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവോട് ഇടയാക്കണമെന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നീ അടിയങ്ങളുടെ ഹല്ലേലൂയ അടിയങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ പങ്കപ്പാടുകളെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ അടിയങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് അടിയങ്ങൾക്ക് ഹല്ലേലൂയ നിന്റെ ശരീരം വികൃതമായി
ഹല്ലേലൂയ, വലിയൊരു ജനതയെ നോക്കി കർത്താവേ ഹല്ലേലൂയ, അതിനുശേഷം ഹല്ലേലൂയ നിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരു ജനതയെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ ഈ ചെറിയ പട്ടണത്തിൽ ഹല്ലേലൂയ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങ് ചെയ്തതായ കൃപകളെയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ഉപകാരങ്ങളെ ഓർക്കുവാനും സ്തുതിപ്പാനും പിന്നെയും അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾക്ക് ലഭിച്ചതായ എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ മരണം ഓർക്കുവാകുമ്പോൾ കർത്താവിൻ്റെ ഹല്ലേലൂയ വലിയ കൃപ അടിയങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, അടിയങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്തത് അടിയങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, പ്രത്യാശയായി തീരുവാൻ കർത്താവോട് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മേശമേലപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കുന്നു. ഇത് വിളിച്ചു പറയുന്നത് അനേകർ ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹല്ലേലൂയ അങ്ങയുടെ നാമം അറിയുവാൻ, അങ്ങയുടെ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാനുണ്ടല്ലോ. ആകയാൽ കർത്താവെ അതിനായി നീ വഴികളെയും വാതിലുകളെയും തുറന്ന് കർത്താവെ അടുത്ത ദിവസം ഞങ്ങൾ കൂടി വരുമ്പോൾ ഹല്ലേലൂയ വലിയ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവാൻ തക്കവണ്ണം കർത്താവോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അടിയങ്ങളെ മേൽ പിന്നെയും പകർന്ന് സഹായിക്കും. ദൈവകൃപയിൽ അടിയങ്ങളെ കാക്കും പരിപാലിക്കും. പ്രാർത്ഥന കേട്ട് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനവമഹത്വം അങ്ങേക്ക് തന്നെ തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ. അവര് ആമേൻ സ്തോത്രം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒലിവുമലയിലേക്ക് സ്തോത്രഗാനത്തോടു കൂടി പോയി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മളിപ്പോൾ ആമേൻ കൊയർ ഒരു ഗാനം ആലപിക്കും, സ്തോത്രഗാനം, കർത്താവിന് സ്തോത്രം. അപ്പോൾ ആമേൻ സ്തോത്രം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഷെയ്ക്കാൻഡ് കൊടുക്കാനും ആമേൻ സ്തോത്രം സ്നേഹ ചുംബനം കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ആമേൻ സ്തോത്രം അടുത്ത് ഇരിക്കുന്ന ആളുകളെ നോക്കി ഒരു മേ ഗോഡ് ബ്ലസ് യു എന്ന് പറയാനെങ്കിലും ആമേൻ സ്തോത്രം നമുക്ക് സാധിക്കട്ടെ. കർത്താവ് ആമേൻ എല്ലാവരെയും നമുക്ക് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആമേൻ സ്തോത്രം അടുത്തിരിക്കുന്നവരെ ആമേൻ സ്തോത്രം വിഷ് ചെയ്താണ് കരങ്ങളെ അടിച്ച് കേൾക്കുന്ന മാത്രയിൽ ദാസനെ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആശീർവാദം പറയുന്നതായിരിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന രാത്രി കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് തന്ന
രാത്രി ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന കർത്താവെ, കാഹളം ധ്വനിക്കുവാൻ ഇനി അധികം സമയമില്ലാത്തതിനായി സ്തോത്ര വരവിനായി ഞങ്ങളെ ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവവചനത്തിൽ തന്നെ അടിയുറച്ച് കർത്താവെ, ദൈവവചനപ്രകാരം ഞങ്ങളെ ക്രമീകരിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. അതേ, ഞങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സ്തുതി കർത്താവെ ഉചിതം, ദൈവത്തിന് മഹത്വമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ളതുമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കർത്താവെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി സ്തോത്രം. കർത്താവെ, തിരുവത്താഴത്തിൽ നിന്ന് ഭാഗവാക്കായവർക്കായി സ്തോത്രം, അതിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയവർക്കായി സ്തോത്രം. എല്ലാവരെയും ഇന്ന് രാത്രി കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കണം കർത്താവെ. ആമേൻ. വരവിനായി ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങ് വേഗം വരുന്നതിനായി സ്തോത്രം. രാത്രി ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. എല്ലാവരുടെയും ആവശ്യങ്ങളിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. Amen.